ബൈക്കുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ബൈക്കിൽ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ആളുകളൊക്കെ സ്ഥലം കറക്റ്റായിട്ട് അറിയാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ബൈക്കിൽ ഫോൺ ഇതുപോലെ വെക്കാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും നമുക്ക് തന്നെ പണി കിട്ടാറാണ് പതിവ്. ഒന്നെങ്കിൽ ഫോൺ ബൈക്കിൽ നിന്ന് താഴെ വീണ് ഫുള്ളി ഡാമേജ് ആവും, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നല്ലോണം ഷെയ്ക്ക് ആയിട്ട് ഫോണിന്റെ ക്യാമറ, വൈബ്രേഷൻ മോട്ടർ, മറ്റ് പാർട്സുകളൊക്കെ ഇഷ്യൂ വരും. അത് മാത്രമല്ല, നല്ല വെയിലുണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും ഫോൺ ഇതിൽ വെച്ചിട്ട് പോകുന്നത് നടക്കുന്ന കാര്യമല്ല. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ കാർപ്ലോയിഡ് എന്ന ബ്രാൻഡിന്റെ W702 വയർലെസ് പോർട്ടബിൾ മോട്ടോർ സൈക്കിൾ സ്റ്റീരിയോ. ഇതിൽ കാർപ്ലേ ഓർ ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതിലൂടെ നാവിഗേഷൻ, കോളിംഗ്, മ്യൂസിക്, മെസ്സേജ്, വീഡിയോസ് അങ്ങനെ പലതും കിട്ടും. പിന്നെ മൊബൈൽ പോലെയല്ല, ഇത് വെയിലത്തും മഴയത്തും ഒരു ഇഷ്യൂ ഇല്ലാതെയും യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വിശദമായിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന ബോക്സിലാണ് ഇത് കിട്ടുന്നത്. ഈ ഡിവൈസിന്റെ ഹൈലൈറ്റ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബോക്സിനുള്ളിൽ മെയിൻ സ്ക്രീന്, 2 ഡിറ്റാച്ചബിൾ വാട്ടർ പ്രൂഫ് കേബിൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് USB ബൂസ്റ്റർ വോൾട്ടേജ് കേബിളും മറ്റേത് ബൈക്കിന്റെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ള കേബിളും. വിശദമായിട്ട് വീഡിയോയിൽ പറയാം. പിന്നെ ഇതിലേക്കുള്ള എക്സ്ട്രാ ഫ്യൂസ്, യു ഷേപ്പ് ബ്രാക്കറ്റ്, എക്സ്റ്റൻഷൻ റോഡ്, പിന്നെ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാനുള്ള ടൂൾസ് ആൻഡ് യൂസർ മാനുവൽ. ഇത്രയായിരിക്കും നമ്മൾ വാങ്ങിക്കുമ്പോൾ ലഭിക്കുക. ഇപ്പൊ നിങ്ങളുടെ ബൈക്ക് BMW ബ്രാൻഡിന്റെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും മോഡൽ ആണെങ്കിൽ ഈ സെയിം ബോക്സ് തന്നെ അഡീഷണൽ ആയിട്ട് ഇതുപോലെ BMW സ്പെഷ്യൽ ബ്രാക്കറ്റ് ഉള്ളത് കിട്ടും. അതിനനുസരിച്ച് എമൗണ്ടിൽ ചെറിയൊരു മാറ്റമുണ്ട്, എങ്കിലും അങ്ങനെ ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഈ യു ഷേപ്പ് ബ്രാക്കറ്റ് എടുത്ത് ഇവിടെ ബൈക്കിന്റെ ഹാൻഡ് ബാറിന്റെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ചാൽ വെക്കുക. ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഇവർ തന്നെ ഇതിന്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ നല്ല ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ എക്സ്റ്റൻഷൻ റോഡ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലേക്ക് സ്ക്രീൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു സെറ്റപ്പ് തന്നുകൊണ്ടുള്ള ഗുണം, നമ്മൾ ഏതെങ്കിലും റിസ്ക് ആയുള്ള ഏരിയകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്ക്രീൻ വെക്കുന്നത് സേഫ് ആണോ അല്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി ഇതിലേക്ക് പവർ കൊടുക്കാൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ പവർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബൈക്കിന്റെ വയറിംഗ് ഒക്കെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തൊട്ടടുത്തുള്ള ഇതൊക്കെ ചെയ്യുന്ന ഏകദേശം വർക്ക്ഷോപ്പിലൊക്കെ ഇത് ചെയ്യും. അവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അവരിത് സെറ്റ് ചെയ്ത് തരും. അതിനുള്ള കേബിള്, മറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവർ തന്നെ തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ അല്ലാതെ ബൈക്കിൽ ഓൾറെഡി USB പോർട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് USB പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതിന്റെ കൂടെ തന്നെ USB കേബിൾ തന്നിട്ടുണ്ട്. ആ ഒരു കേബിൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ സാധനം വർക്ക് ആവും. ഇങ്ങനെ ഒരു USB പോർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബാങ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് എടുത്തിട്ട് ഈ ബൈക്കിൽ മാത്രമല്ലാതെ വേറെയും നമുക്ക് ഇതേപോലെ ഒരു സ്ക്രീനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് വലിയൊരു സ്ക്രീനിൽ മൂവിയൊക്കെ കാണണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് കണക്ട് ചെയ്ത് ഇതിലേക്ക് SD കാർഡ് ഇട്ടിട്ട് മൂവി കാണാം. ഇനി BMW ഈ കാണിച്ചിരിക്കുന്ന ബൈക്കിൽ ഏതെങ്കിലും ഒരു മോഡൽ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് കണക്ട് ആവും. വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതിനുള്ള അഡീഷണൽ ബ്രാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടും. ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർവ്യൂ നോക്കുകയാണെങ്കിൽ 7 ഇഞ്ചിന്റെ HD IPS കപ്പാസിറ്റീവ് സ്ക്രീൻ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുകളിൽ തന്നെ ഇതുപോലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ ബോഡി ക്വാളിറ്റിയും കൊള്ളാം. ഇവിടെ സൈഡിലായിട്ട് പവർ ഓർ ആക്ഷൻ ബട്ടൺ തന്നിട്ടുണ്ട്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെനു വരും. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓണും ഓഫും ചെയ്യാം. അതിന്റെ അടുത്ത് തന്നെ നല്ല സ്ക്രൂ ഒക്കെ ചെയ്ത് SD കാർഡ് സ്ലോട്ട് തന്നിട്ടുണ്ട്. നൈസ്. അഡീഷണൽ സ്പീക്കേഴ്സ് ഒന്നും തന്നിട്ടില്ല. മ്യൂസിക് ഒക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യാം. IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളമായാലൊന്നും ഇഷ്യൂ ഇല്ല. അതുപോലെ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റന്റും ഉണ്ട്. വെയിൽ കൊണ്ടാലും പ്രോബ്ലം വരില്ല. പിന്നെ വെള്ളമായാലും ടച്ച് ഒക്കെ വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് കവർ ഒക്കെ ഇതുപോലെ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് തന്നെ ടച്ച് വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഉപയോഗിക്കാം. ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബിൽറ്റ് ഇൻ ആയി 5 GHz വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് ട്രാൻസ്മിറ്ററും തന്നിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ ഓർ ആൻഡ്രോയിഡ് ഓട്ടോ ഇത് രണ്ടും സപ്പോർട്ട് ആണ്. അതും വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഫോൺ കണക്ട് ചെയ്ത് കാർപ്ലേ ഓർ ആൻഡ്രോയിഡ് ഓട്ടോയും നിങ്ങളുടെ ഹെഡ്ഫോണും ഒരേ സമയം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. 64 GB വരെയുള്ള SD കാർഡ് ഇതിലിട്ടിട്ട് നമുക്ക് മ്യൂസിക്, വീഡിയോ ഇതെല്ലാം മൊബൈൽ കണക്ട് ചെയ്യാതെ തന്നെ കാണാനും കേൾക്കാനും പറ്റും. ഇതിൽ ഫ്രീ ഓൺലൈൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. സിമ്പിൾ ആണ്, ഒരുപാട് സെറ്റിംഗ്സുകളൊന്നുമില്ല. ഈ കാണുന്ന iPlay യൂസ് ചെയ്ത് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്യാം.
എ ഓട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ ആണ്. പിന്നെ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഓഡിയോ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാനുള്ളത്, പെട്ടെന്ന് ഡിസ്പ്ലേ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷന്, ഫോൺ ഡയൽ, SD കാർഡിലുള്ള മ്യൂസിക് പ്ലേ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം, SD കാർഡിലുള്ള ഫയൽ കാണാനും, പിന്നെ സെറ്റിംഗ്സിൽ നോക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും തന്നില്ല. ഇതാ ഈ കാണുന്ന പോലെ തന്നെയാണ് ജനറൽ, അതിൽ ബേസ് ആയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ വൈഫൈ ആൻഡ് ബ്ലൂടൂത്തിന്റെ സെറ്റിംഗ്സും. ഇനി ഇതിന് പുറമെ മുകളിലായിട്ട് വോളിയം അഡ്ജസ്റ്റ്മെന്റ്, സൗണ്ട് സെറ്റിംഗ്സ്, ബ്ലൂടൂത്ത് സെറ്റിംഗ്സ്, ടൈം, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്, പിന്നെ മെയിൻ മെനുവിന്റെ വാൾപേപ്പർ ഇതേപോലെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് സെറ്റിംഗ്സ് തന്നിട്ടുള്ളത്. അല്ല, ഒരുപാട് സെറ്റിംഗ്സിന്റെ ആവശ്യമില്ല, കാരണം ഇതിൽ മെയിൻ ആയിട്ട് കാർപ്ലേ ഓർ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫോൺ കണക്ട് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ജസ്റ്റ് ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഡിവൈസിന്റെ പേര് കാണിക്കും, അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കണക്ട് ചെയ്ത് കാണിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണ്, അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാ ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്പൺ ആയി വന്നു. സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ. ഇനി എപ്പോൾ ബൈക്ക് ഓൺ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഫോണിൽ ബ്ലൂടൂത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ആയി കിടന്നാൽ മാത്രം മതി, ഓട്ടോമാറ്റിക് ആയിട്ടാണ് അത് കണക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ കാർപ്ലേ ഓപ്പൺ ആയിട്ട് വരും. ഇനി ബാക്കിയൊക്കെ നോർമൽ നമ്മൾ കാറിൽ കാണുന്ന സിസ്റ്റത്തിൽ ഉള്ളത് പോലെ തന്നെയാണ്. മൊബൈലിലുള്ള ഏകദേശം സംഭവങ്ങളൊക്കെ ഇതിലൂടെ കൺട്രോൾ ചെയ്യാം. ഇനി ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഇതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. നേരെ വന്ന് ബൈക്ക് ഓൺ ചെയ്യുക, അപ്പോൾ തന്നെ ഇത് ഓൺ ആകും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കണക്ട് ആയിട്ട് കാർപ്ലേ ഓർ ആൻഡ്രോയിഡ് ഓട്ടോ ഓപ്പൺ ആയിട്ട് വരും. ഇനി ഇയർഫോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ബ്ലൂടൂത്തിൽ പോയിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് മ്യൂസിക് കേൾക്കാം, കോൾ അറ്റൻഡ് ചെയ്യാം, വോയിസ് കൺട്രോൾ ഉപയോഗിക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. എന്നിട്ട് വേണ്ട നാവിഗേഷൻ സെറ്റ് ചെയ്യുക, റൈഡ് അങ്ങോട്ട് തുടങ്ങുക. അത്രേ ഉള്ളൂ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്ത് വർക്കിംഗ് ആണ്. വേറെ ഇഷ്യൂ ഒന്നും എനിക്ക് ഓടിച്ചപ്പോഴോ ഇത് ഉപയോഗിച്ചപ്പോഴോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ വോയിസ് കൺട്രോളിങ്ങും അവൈലബിൾ ആണ്. അതായത് വേണ്ടത് ജസ്റ്റ് നമ്മൾ ഇയർഫോൺ മുഖാന്തരം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഹേ ഗൂഗിൾ, നാവിഗേറ്റ് ടു കാലിക്കറ്റ്. ഹേ ഗൂഗിൾ, പ്ലേ മലയാളം സോങ്. അത്യാവശ്യം ബ്രൈറ്റ് ഉള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല സൺലൈറ്റ് ഉള്ള ടൈമിലും നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇതിൽ സിമ്പിൾ ആയിട്ട് തന്നെ കോൾ ചെയ്യാം, എടുക്കാം, സംസാരിക്കാം. അത് വേണമെങ്കിൽ ഡയൽ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോൺടാക്ട് ലിസ്റ്റ് നമ്മുടെ ഫോണിലുള്ള എല്ലാം ഇതിൽ കാണാനും പറ്റും. കോൾ ചെയ്യുന്ന സമയത്തും യാതൊരു ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. ഈ റൈഡൊക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ സേഫ്റ്റിക്ക് ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ സ്ക്രീന് റിമൂവ് ചെയ്തെടുത്തിട്ട് കയ്യിൽ വെക്കുക, വീട്ടിൽ വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം റൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പണിയൊന്നും. അപ്പൊ കണ്ടല്ലോ, ഏകദേശം നല്ല രീതിയിൽ റൈഡൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫീച്ചേഴ്സും ഈ സംഭവം കണ്ടപ്പോൾ തന്നെ എത്രത്തോളം ഇത് ഉപകാരപ്പെടുന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ബൈക്കിലേക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുക. അത്യാവശ്യം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മൊബൈൽ ഫോണൊക്കെ ഇതിൽ വെച്ച് അത് വീണ് ഒരുപാട് ക്യാഷ് അതിന് കളയുന്നേക്കാൾ നല്ലത് ഇതുപോലെ നല്ലൊരെണ്ണം വാങ്ങിച്ച് വെക്കുന്നതാണ്. ഇതാകുമ്പോൾ വെയിലത്തും മഴത്തും ഒരുപോലെ യൂസ് ചെയ്യാം. പിന്നെ നല്ല സൈസ് ഉള്ളത് കൊണ്ട് നല്ല വിസിബിലിറ്റി ആയിരിക്കും. 2 ഇയർ വാറണ്ടിയാണ് കമ്പനി ഇതിന് തരുന്നത്. ഈ കമ്പനി ഞാൻ ചെക്ക് ചെയ്തപ്പോൾ പുറത്തൊക്കെ നല്ല പോപ്പുലർ ആണ്. നമ്മൾ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ബട്ട് ഇത് നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്യാം. ഡെലിവറി ടൈം 7 to 10 days എടുക്കുമെന്നാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും ലൈവ് പ്രൈസും അറിയാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലുള്ള അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.